بسم الله الرحمن الرحيم وبه نستعين الحمد لله رب العالمين الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ട വിശ്വാസികളെ, കഴിഞ്ഞയാഴ്ച നമ്മൾ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ ശീലമാക്കേണ്ട 4G അഥവാ 4 സുവർണ നിയമങ്ങൾ എന്നുള്ള വിഷയം പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഒരു പോളിംഗ് ഒക്കെ നടത്തണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ജോലി തിരക്കൊക്കെ ആയതുകൊണ്ട് വിട്ടുപോയതാണ്. ഇൻഷാ അല്ലാഹ് വരുന്ന ആഴ്ച ഏതായാലും അത് ഉണ്ടാകും. അപ്പോൾ എല്ലാവരും അത് കേൾക്കാത്തവർ കേൾക്കണം, കേട്ടവർ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം. കാരണം നമ്മളുടെ ഈ കൂട്ടായ്മ, സെൽഫ് മാസ്റ്ററി മുഷാവറ എന്ന ഈ കൂട്ടായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആരോഗ്യം, അതേപോലെ തന്നെ സമാധാനം, സന്തോഷം, ഇതിലൊക്കെ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ചുരുക്കത്തിൽ ഇഹപര വിജയത്തിന് എന്തൊക്കെ വേണമോ അതൊക്കെ നേടിയെടുക്കാൻ പരമാവധി ശ്രമിക്കുന്നവരാക്കി നമ്മുടെ ഓരോ മെമ്പർമാരെയും മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. കാരണം നമ്മളുടെ അടിസ്ഥാന തത്വം തന്നെ ഖുർആനിൽ പറഞ്ഞതുപോലെ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന, ദുനിയാവിലും നന്മ ആഖിറത്തിലും നന്മ, ഇതിന് പര്യാപ്തമാകുന്ന രീതിയിൽ, പാകപ്പെടുത്തുന്ന രീതിയിൽ മെമ്പേഴ്സിനെ മോൾഡ് ചെയ്തെടുക്കുക, മാറ്റിയെടുക്കുക, രൂപപ്പെടുത്തിയെടുക്കുക, ഇതാണ് നമ്മുടെ കൂട്ടായ്മയുടെ ലക്ഷ്യം തന്നെ. അപ്പം അതുകൊണ്ട് നമ്മൾക്ക് ഒന്നും നിസ്സാരമായി കാണാൻ കഴിയില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ആരോഗ്യം അത് സംരക്ഷിക്കൽ അവരവരുടെ ബാധ്യതയാണ്. അപ്പം അതിനു വേണ്ട ടൂൾസ് എല്ലാം, അതിനുവേണ്ട വിഷയങ്ങളെല്ലാം നമ്മൾ പഠിക്കണം, അത് ജീവിതത്തിൽ പാലിക്കുകയും അനുവർത്തിക്കുകയും വേണം. അങ്ങനെ നമ്മളുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കണം. ഇനിയിപ്പോൾ ഇൻഷാ അല്ലാഹ് 2025 കഴിയാൻ പോവാണ്, 26 വരാൻ പോവാണ്. അപ്പോൾ 26 എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജീവിതത്തിൽ പുതിയൊരു ഏടും പുതിയൊരു കൊല്ലവുമാണ്. അപ്പോൾ അതിന് എങ്ങനെ തയ്യാറെടുക്കണം എന്നുള്ള വിഷയങ്ങളൊക്കെ വരാനുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ അതൊക്കെ അഭിമുഖീകരിക്കാനും ആ വിഷയങ്ങളെയൊക്കെ ഫേസ് ചെയ്യാനും അതിന് നമ്മളാൽ കഴിയുന്ന നമ്മളുടെ എന്താ പറയുക സ്ഥിതി അനുസരിച്ച് ആ രംഗത്ത് നമ്മൾ ശ്രമങ്ങൾ നടത്താനും നല്ല റിസൾട്ട് ഉണ്ടാക്കാനും തയ്യാറാവണം. ഒരു കാര്യം ഉറപ്പാണ്, പരീക്ഷ എഴുതിയാലേ റിസൾട്ട് വരുള്ളൂ, പരീക്ഷ നന്നായിട്ട് എഴുതിയാലേ വിജയിക്കുള്ളൂ. അതങ്ങനെ തന്നെയല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്താൽ, കർമ്മഫലം എന്ന് പറയുന്നുണ്ടല്ലോ, കർമ്മം ഫലം, ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന വാക്കുകളാണ്. അപ്പോൾ കർമ്മം ഉണ്ടായാലേ ഫലം ഉണ്ടാവുള്ളൂ. അപ്പോൾ കാറ്റടിച്ചാൽ ഇലയാടും എന്ന് പറയുന്ന മാതിരി